വീടിന്റെ വാതിൽ തുറന്ന കെന്നഡിയെ ലോകനാഥൻ തോക്ക് കാണിച്ച് വിരട്ടി പ്രകാശിനെ കെട്ടിവെച്ച റൂമിലേക്ക് കൊണ്ടുപോകും. പ്രകാശിന് ബോധം പൂർണ്ണമായി പോയിട്ടില്ലായിരുന്നു. കെന്നഡിയെ കൈയിൽ വിലങ്ങണിയിച്ച ശേഷം പ്രകാശ് ഫ്രെയിം ചെയ്ത കല്ലറകളുടെ ഫോട്ടോയ്ക്ക് പിന്നിൽ നിന്നും കിട്ടിയ നീമ മാത്യുവിന്റെ ഫോട്ടോ SP ലോകനാഥനെ കാണിക്കും. SP ആ ഫ്രെയിം ചെയ്ത ഫോട്ടോ മാറ്റിക്കഴിഞ്ഞപ്പോഴേക്കും കഴുത്ത് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ രീതിക്കുള്ള 8 സ്ത്രീകളുടെ ഫോട്ടോസ് കാണും. SP കെന്നഡിയെ ചോദ്യം ചെയ്യുമെങ്കിലും കെന്നഡി സഹകരിക്കില്ല. അപ്പോഴേക്കും കെന്നഡിയുടെ മൊബൈലിലേക്ക് അയാളുടെ മകൻ വിളിക്കും. ഈ ഫോട്ടോയെപ്പറ്റി മകനോട് ചോദിക്കുമെന്ന് പറഞ്ഞ് വിരട്ടിയപ്പോൾ മകനെ ഒരുപാട് സ്നേഹിക്കുന്ന കെന്നഡി അവന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ശേഷം സത്യം പറഞ്ഞു തുടങ്ങും. തനിക്ക് തന്റെ മകനെ വളരെ ഇഷ്ടമാണെന്നും എന്നാൽ തന്റെ അപ്പനും തനിക്കും ഇടയിൽ അങ്ങനെ അല്ലായിരുന്നു എന്നും അദ്ദേഹത്തോടുള്ള ദേഷ്യമാണ് ഈ സ്ത്രീകളുടെ കൊലപാതകങ്ങൾ നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും കെന്നഡി പറഞ്ഞു. തന്റെ അപ്പൻ പോലീസിലായതിനാൽ ചെയ്യുന്ന ജോലികളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും പറഞ്ഞ് സ്ഥിരം തല്ലും. എത്ര പെർഫെക്റ്റായി ചെയ്താലും അദ്ദേഹത്തിന് തൃപ്തി വരില്ല. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും തല്ലും. അങ്ങനെ ഒരിക്കൽ ആരുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ബീഡി വലിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പന്റെ സ്റ്റേഷനിലെ ഒരു ലേഡി കോൺസ്റ്റബിൾ തന്നെ കണ്ടു. ബീഡി വലിച്ച കാര്യം അപ്പനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് അവർ വിരട്ടി. അവരുടെ കാല് പിടിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞ് അപേക്ഷിച്ചെങ്കിലും അവർ അത് കേൾക്കാതെ നടന്നുപോയി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഒരു കല്ലെടുത്ത് അവരുടെ തലക്കടിച്ചു. അവിടെ വെച്ച് തന്നെ അവർ മരണപ്പെട്ടു. ഭയന്ന താൻ ആ കല്ലുമായി വീട്ടിലേക്ക് ഓടി. സ്വന്തം സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ മരണപ്പെട്ടത് കാരണം അപ്പന് സ്ട്രെസ് കൂടി. അദ്ദേഹം ആ കേസിന്റെ പിറകെ നടന്നത് കാരണം തന്നെ ഉപദ്രവിക്കുന്നതിന് അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ ആ ദിവസങ്ങളിൽ താൻ സമാധാനത്തോടെ കിടന്നുറങ്ങിയെന്നും കെന്നഡി പറഞ്ഞു.